ഇന്നത്തെ പ്രത്യേക സാമൂഹ്യ മാധ്യമങ്ങളുടെ പിടിയിൽ നിന്ന് കുട്ടികളെ എങ്ങനെ രക്ഷിക്കുമെന്ന ചോദ്യം നാം കഴിഞ്ഞ വീഡിയോയിൽ ചോദിക്കുകയുണ്ടായി. അപ്പോൾ നമ്മുടെ ചോദ്യം ഇതാണ്: ഇത് നിരോധിച്ചാൽ മാത്രം മതിയോ? അതുകൊണ്ട് മാത്രം രക്ഷപ്പെടുമോ? അപ്പോൾ നമുക്ക് ആഗോള വ്യാപകമായി കുട്ടികളെ കേന്ദ്രീകരിക്കുന്ന ഒരു പ്രത്യേകത എല്ലാ പ്രസ്ഥാനങ്ങളും നാം കണ്ടെത്തുന്നത്. എല്ലാവരും അങ്ങനെയാണല്ലോ, കുട്ടികളെ കേന്ദ്രീകരിക്കുക. രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ മാത്രമൊന്നുമല്ല, മതാത്മക പ്രസ്ഥാനങ്ങൾ, സഭാ പ്രസ്ഥാനങ്ങൾ ഒക്കെ ലക്ഷ്യം വയ്ക്കുന്ന ഭാവിയുടെ വാഗ്ദാനങ്ങളായ കുട്ടികളെയാണ്. രാഷ്ട്രവും അതിൻ്റെ ശുഭമായ ഭാവിക്ക് വേണ്ടി വിദ്യാർത്ഥികളെ ലക്ഷ്യമിടുന്നു. അതിനകത്ത് തെറ്റൊന്നുമില്ല, അങ്ങനെ വേണമല്ലോ. അതായത് ഡിസിപ്ലിൻ പരിശീലിപ്പിക്കണം ഒരു രാഷ്ട്രം, എങ്കിലല്ലേ രാഷ്ട്രം നയിക്കുകയുള്ളൂ. അപ്പം കുട്ടികളെ കേന്ദ്രീകരിക്കണം. അപ്പം സത്യം പറഞ്ഞാൽ വാസ്തവം ഹിറ്റ്ലർ എന്തെല്ലാം ദുഷ്ടത ചെയ്തെങ്കിൽ പോലും ഒരു കാര്യം ഇയാൾ ചെയ്തിരുന്നു: ഫസ്റ്റ് ഡ്യൂട്ടി ഓഫ് ദ സ്റ്റുഡൻറ്റ് ഈസ് ടു സ്റ്റഡി, സെക്കൻഡ് ഡ്യൂട്ടി ഓഫ് ദ സ്റ്റുഡൻറ്റ് ഈസ് ടു സ്റ്റഡി, ആൻഡ് തേർഡ് ഡ്യൂട്ടി ഓഫ് ദ സ്റ്റുഡൻറ്റ് ഈസ് ടു സ്റ്റഡി എന്ന് പറഞ്ഞിരുന്ന ഒരു നേതാവാണ് ഹിറ്റ്ലർ. തിന്മ നിറഞ്ഞു നിന്നിരുന്നെങ്കിൽ ഈ നന്മ അദ്ദേഹത്തിനുണ്ടായിരുന്നു. അപ്പോൾ കുട്ടികളിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ അവരാണ് അടിത്തറ എല്ലാത്തിൻ്റെയും കാര്യം. എല്ലാത്തിനും അടിത്തറ അല്ലേ? കുടുംബങ്ങളുടെ അടിത്തറ, സമൂഹത്തിൻ്റെ അടിത്തറ, എല്ലാത്തിനെയും അടിത്തറ കുട്ടികളാണെന്നുള്ളത് എന്നെ സംശയിക്കുന്നത്. അവരല്ലേ അടുത്ത ഘട്ടങ്ങൾ പെട്ടെന്ന് 8-10 വർഷം കൊണ്ട് അടുത്ത കുടുംബനാഥന്മാരായി തീരേണ്ടവർ. അപ്പോൾ അതുകൊണ്ട് ആ ഒരു കാര്യത്തെ സംബന്ധിച്ച് ഇതുപോലെ തന്നെയാണ് ഭീകരപ്രസ്ഥാനങ്ങൾ കുട്ടികളെ ലക്ഷ്യം വയ്ക്കുന്നു എന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട്. അതാണ് ഗൗരവമായ കാര്യം. ഭീകരപ്രസ്ഥാനങ്ങളും അതിൻ്റെ പ്രവർത്തനം ശ്രദ്ധ കേന്ദ്രീകരിക്കും കുട്ടികളെയാണ്. മതതീവ്രവാദികൾ മുതൽ മയക്കുമരുന്ന് മാഫിയ വരെ കുട്ടികളെ ഉപകരണമാക്കുന്നതാണ്. പലപ്പോഴും നമ്മൾ കണ്ണടച്ച് ഇരുട്ടാക്കാനോ കണ്ടില്ലെന്ന് വെക്കുകയാണോ ഈ കുട്ടികളെ ഒന്ന് സ്വാധീനിക്കുമ്പോൾ ഇടപെടുമ്പോൾ അറിയാൻ പോകുന്നത് അവരുടെ ഒളിഞ്ഞും തെളിഞ്ഞുമൊക്കെ അവരെ വന്ന് ഇടപെടുന്ന ഈ പ്രസ്ഥാനങ്ങളുണ്ടല്ലോ, മയക്കുമരുന്ന് പ്രസ്ഥാനങ്ങളൊക്കെ, അത് ഭയങ്കരമായിട്ട് പറന്ന് പന്തലിക്കുന്ന കുട്ടികളിലാണെന്ന കാര്യം മാതാപിതാക്കൾ പോലും അറിയുന്നില്ല. ഈ സാത്താൻ ആരാധനക്കാരെ കേന്ദ്രീകരിക്കും. നമ്മൾ അടുത്തൊരു ചെറിയ വീഡിയോ അതേക്കുറിച്ച് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. സാത്താൻ ആരാധനക്കാർ അവരൊക്കെ ഈ കുട്ടികളിലേക്കാണ് തിരിയുന്നത്. അവരുടെ അടയാളങ്ങളും അവരുടെ സംഗീതവും അതിൻ്റെ എല്ലാ തരത്തിലുള്ള സിമ്പിൾസും ഒക്കെ ചെന്ന് അവരെ ആണ് അണിയിക്കുന്നത്. അവിടെയാണ്, അവരിലേക്കാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. കാരണം അവരുടെ കാര്യങ്ങളൊക്കെ വിജയിച്ച് കിട്ടണമെന്നുണ്ടെങ്കിൽ കുട്ടികൾ വേണം. ഇതുപോലെ തന്നെയാണ് മറ്റ് സ്ഥലങ്ങളിൽ ഏറ്റവും വലിയ പീഡനം നടക്കുന്ന രാജ്യം നൈജീരിയയാണ്. ബൊക്കോ ഹറാം എന്ന് പറയുന്ന ഭീകര പ്രസ്ഥാനമാണ്. അവരവിടെ കേന്ദ്രീകരിക്കുന്നത് പിള്ളേർ പഠിക്കുന്ന പള്ളിക്കൂടത്തിലാണ്. കുട്ടികൾക്ക് പഠിക്കുന്നത് സ്കൂളിലാണ്. അവരുടെ എല്ലാ ഭീകരപ്രസ്ഥാനം കേന്ദ്രീകരിക്കുക എന്നുള്ള കാര്യം നമ്മൾ വായിച്ചിട്ടില്ലേ, മനസ്സിലാക്കിയിട്ടില്ലേ? അത് തന്നെ അടുത്തുള്ള നമ്മുടെ രാജ്യത്ത് ശ്രീലങ്കയിലാണെങ്കിൽ പോലും അവരാദ്യം ഒരു അറ്റാക്ക് ഉണ്ടായത് ആദ്യ കുർബാനയ്ക്ക് കുട്ടികൾ പോയ ദിവസത്തിൽ ഈസ്റ്റർ ദിവസം നടന്ന സ്ഫോടനം വേറെ. അപ്പോൾ അവിടെ കുട്ടികളെ കേന്ദ്രീകരിച്ചുള്ള എല്ലാ തലങ്ങളും, വിപണികൾ അങ്ങോട്ടാണ് കേന്ദ്രീകരിക്കുന്നത്, അത് കുട്ടികളിലേക്കല്ലേ? എല്ലാ വിപണികളും കുട്ടികളിലേക്ക് അല്ല. കുട്ടികളിലേക്ക് കേന്ദ്രീകരിക്കുന്നതൊക്കെ തെറ്റൊന്നുമില്ലെങ്കിൽ പോലും അത് വളരെ അപകടകരമായ കാര്യം ഡിജിറ്റൽ ലോകത്തിലേക്ക് വരുമ്പോഴാണ് പിടികിട്ടാതെ അങ്ങ് പോകുന്നത്. അതുകൊണ്ട് നമ്മൾ അത്യാവശ്യമായിട്ട് ഈ ഡിജിറ്റൽ ലോകവും സോഷ്യൽ മീഡിയയും കുട്ടികളെ ലക്ഷ്യം വയ്ക്കുമ്പോൾ അതിനകത്ത് കുട്ടികൾ ഗ്യാങ്ങുകൾ, പ്രത്യേകിച്ച് അതിൻ്റെ ചില സീരിയലൊക്കെ വരുമ്പം കുട്ടികൾ ഗ്യാങ്ങുകൾ തമ്മിലുള്ള സംഘർഷങ്ങളും പകരം വീട്ടലുകളും ഒക്കെയാണ് പ്രമേയമാകുന്ന സീരിയലൊക്കെ വരുമ്പോൾ അവർ ലക്ഷ്യം വയ്ക്കുന്നത് ഒന്ന് തന്നെയാണ് അക്രമത്തെ. അപ്പോൾ തിന്മയില്ലാതാക്കുകയാണ്. അപ്പോൾ ആ അക്രമിയെ ഒരുമാതിരി വീരപരിവേഷം കൈവന്നിരിക്കുന്ന രീതിയിലേക്ക് ആവിഷ്കരിക്കുമ്പോൾ കുട്ടികൾ ചിന്തിച്ചു പോകുന്നത് എന്താണ്? അവൻ്റെ കൊടുക്കണം എന്നുള്ള ചിന്തയിലേക്ക് വളർന്നു വരുന്നത്, അല്ലാതെ സഹിക്കണം സ്നേഹിക്കണം എന്നുള്ളതല്ല വരുന്നത്. അപ്പം അതുകൊണ്ട് ഈ പറയുന്ന സീരിയലുകളാണെങ്കിൽ തന്നെയും കുട്ടികളെ കേന്ദ്രീകരിക്കുന്ന കാര്യം അത് പൊതുജനം ബോധ്യപ്പെട്ടിരിക്കേണ്ട കാര്യമാണ്. എങ്കിൽ മാത്രമേ നമുക്കൊരു പരിഹാരമാക്കി തിരിയാൻ പറ്റുകയുള്ളൂ. അത് സ്വാതന്ത്ര്യാനന്ദ കാലഘട്ടങ്ങളിലൊക്കെ നമുക്ക് നമ്മുടെ ജീവിതത്തിൻ്റെ ഇതൊന്നും ഒരു പ്രശ്നമായിരുന്നു. കാരണം നിലനിൽപ്പായിരുന്നു, പട്ടിണിയായിരുന്നു, ദാരിദ്ര്യമായിരുന്നു, അങ്ങനെയുള്ള ഘട്ടങ്ങളായിരുന്നു. അപ്പം അത് കഴിഞ്ഞ് നമുക്ക് വളരാൻ തുടങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കും എല്ലാവർക്കും സമ്പാദിക്കണം ആർത്തിയായി. അങ്ങനെ വന്നു കഴിയുമ്പോഴത്തേക്കും ആദ്യഘട്ടങ്ങളിലുണ്ടായിരുന്ന ആ കൂട്ടുകുടുംബത്തിൻ്റെ ബലമുണ്ടല്ലോ, ശ്രദ്ധ അത് വിട്ടുപോയി. ആദ്യഘട്ടങ്ങളിലുണ്ടായിരുന്ന ഒരു കുടുംബത്തിൽ അപ്പൻ്റെ പുറകെ നടക്കുന്ന മകനും അല്ലെങ്കിൽ അമ്മയുടെ പുറകെ മകളും പരീക്ഷണ ഓരോ ദിവസത്തിലെ അധ്വാനത്തിനായിട്ട് പങ്കുചേരുന്ന രീതിയിലൊക്കെ അങ്ങ് കൈവിട്ട് പോയിട്ട് സമ്പാദിക്കണമെന്നുള്ള ആർത്തിയിലേക്ക് തിരിഞ്ഞു. ഇപ്പോൾ കൃഷിയൊക്കെ വിട്ടിട്ട് മറ്റു തലങ്ങളിലേക്ക് എല്ലാ തട്ടിപ്പും വെട്ടിപ്പും അതൊരു വഴിയായിട്ട് തീർന്നു. അപ്പോൾ അങ്ങോട്ട് തിരിഞ്ഞു പോകുന്ന മാതാപിതാക്കളോ മക്കളോ അവർ തിരിയുന്നത് മറ്റൊരു ലോകത്തിലേക്ക്. അപ്പോൾ അതുകൊണ്ട് ഈ സഹോദര ബന്ധം പോലെ തകർന്നു പോയതിനും കൂടി പരിണിത ഫലമാണ് കുട്ടികൾ ഒറ്റപ്പെട്ട ഏകാന്തപതികരായി മറ്റ് തലങ്ങളിലേക്ക് പോകുന്നത്. സഹോദര ബന്ധം നിലനിൽക്കുന്ന കുടുംബങ്ങളിൽ അവിടെ അത്രയ്ക്കൊന്നും പോകത്തില്ല.
അതായത് ഒരു അനിയൻ പോയാൽ ചേട്ടൻ പോയാൽ പോകുന്ന എങ്ങോട്ടാണെന്ന് അനിയനറിയും, ചേട്ടൻ അവർ കറക്റ്റ് ചെയ്യും. ഇതിപ്പോൾ ആർക്കും ആരോടൊന്നും ബന്ധപ്പെടാൻ പറ്റുന്ന രീതിയിലേക്ക് എല്ലാവരും ഓരോ മൊബൈൽ ഫോണുമായിട്ട് വ്യാപരിക്കലെ കുടുംബങ്ങളിൽ ആർക്കും ആരുടെ കാര്യത്തിൽ ഇടപെടാനും പറ്റുകയില്ല. അപ്പോൾ അതുകൊണ്ട് ആർഭാടം എന്ന് പറയുന്നത് അങ്ങേയറ്റം മുന്തി നിൽക്കുക ഇപ്പോൾ നമ്മുടെ കുടുംബങ്ങളിൽ. അതിലേക്കല്ലേ പോകുന്നത് എല്ലാവരും, ആർഭാടങ്ങളിലേക്ക്. മനുഷ്യജീവിതമാണോ ഇപ്പോൾ വാസ്തവ സമൂഹത്തിൽ കാണുക? ഭയങ്കരമായ ആർഭാടം. അതിൻ്റെ കാരണം ഒരു കല്യാണം ഒരു വീട്ടിൽ നടക്കുകയാണെങ്കിൽ എന്തെല്ലാം നടക്കേണ്ട, ആകാശം വേണ്ട എന്നുള്ളതല്ല പറയുന്നത്. അതൊക്കെ പരിധി വിട്ടങ്ങ് പോയിട്ട് അർത്ഥരഹിതമായ ആർഭാടങ്ങളിലേക്ക് പോകുന്നത് തെറ്റല്ലേ എന്നുള്ള കാര്യം മനുഷ്യർ അന്നേരം ഒറ്റപ്പെടുകയല്ലേ. ഒരുപാട് ആളുകൾ ഇങ്ങനെ ഇതെല്ലാം കണ്ടുകൊണ്ട് നമുക്ക് കാശില്ലല്ലോ, നമുക്ക് സൗകര്യമില്ലല്ലോ, നമ്മളിങ്ങനെ ആകാൻ പറ്റില്ല, ഒറ്റപ്പെടൽ തന്നെ ഏകാന്തത്തിലേക്ക് തിരിയുകയാണ്. തന്നെയല്ല, അത് ഡിജിറ്റൽ അടിമകളായിട്ട് തീരുകയാണ്. അതുകൊണ്ട് ആത്മഹത്യാ പ്രമം ഉണ്ടാകുന്ന സോഷ്യൽ മീഡിയ ആയിട്ടൊന്ന് വിഷാദത്തിലേക്ക് തിരിയാം. ബാലകൗമാരങ്ങളിൽ നിന്ന് രക്ഷിക്കാൻ എന്താണ് മാർഗം? അപ്പോൾ പരോന്മുഖത എന്ന് പറയുന്ന ദൈവോന്മുഖത പോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതായത് ദൈവവുമായിട്ട് ബന്ധപ്പെട്ട് മനുഷ്യരുടെ ബന്ധമില്ലാതെ ജീവിക്കുന്നത് ക്രിസ്തീയതയല്ല കേട്ടോ, അത് ആത്മീയമേറിയല്ല. പരോന്മുഖത വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് ഇത് കരകയറണമെന്നുണ്ടെങ്കിൽ, അപകടം കരകയറണമെന്നുണ്ടെങ്കിൽ, ആത്മനിയന്ത്രണം പാലിക്കാൻ കഴിയണമെന്നുണ്ടെങ്കിൽ ആത്മബന്ധങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റണം. ആത്മബന്ധങ്ങൾ ഇപ്പോൾ കൊറിയൻ സിനിമകളും ഡ്രാമകളും ഒക്കെ, അതിൻ്റെ പേര് കഴിഞ്ഞ ഫെബ്രുവരി മാസം നടന്ന ഈ സംഭവങ്ങളൊക്കെ നമ്മൾ നോക്കുമ്പോൾ ഉണ്ടല്ലോ, ഇതൊക്കെ വളരെ ഭയങ്കരമായ രീതിയിൽ നമ്മളെ തെറ്റായ വഴിയിലേക്ക് പെട്ടെന്ന് തിരിക്കുകയും തലമുറ പെട്ടെന്ന് മാറിപ്പോവുകയും ചെയ്യും. ഭയങ്കര സ്പീഡല്ലേ ജീവിതത്തിന്. ഒരു തലമുറ കടന്നു പോകുന്നത് എന്ത് സ്പീഡിലാണ്, ഒരു 10 വർഷം കടന്നത് എത്ര സ്പീഡില്ല. പെട്ടെന്ന് മനോഭാവം മാറ്റങ്ങൾ വരുന്നത് കണ്ടില്ലേ. 2000-ലാണ് മൊബൈൽ ഫോൺ ഈ രംഗത്തിറങ്ങുന്നത് കേരളത്തിൽ. 25 വർഷം കൊണ്ട് നമ്മൾ ആകമാനമായി നമ്മുടെ മൂല്യബോധവും നമ്മുടെ സംസ്കാരവും എല്ലാം മാറിപ്പോയില്ലേ ഒരൊറ്റ ഇടപാട് കൊണ്ട്. അതുകൊണ്ട് ഈ കാലഘട്ടത്തിൽ പഠിച്ചിട്ടുള്ള ആൾക്കാരുടെ മാർഗദർശനം സ്വീകരിക്കുന്നില്ല. നമുക്ക് ഈയിടെയായിട്ട് മനോഹരമായൊരു ലേഖനം ദീപിയെ പ്രസിദ്ധീകരിക്കുകയുണ്ടായി. ആലപ്പുഴയിലെ ഡെനഹാലായുടെ കൗൺസിലിംഗ് സെൻ്ററിൻ്റെ ഡയറക്ടറായ പ്രശസ്ത സൈക്യാട്രിസ്റ്റ് റവറൻ ഡോക്ടർ അനീഷ് ഷീറ്റിക്കെ കുന്നൽ അതൊരു മനോഹര ലേഖനം എഴുതിയിട്ടുണ്ട്. ഗാസിയാബാദിലെ 3 സഹോദരികൾ എന്ന പേരിലാണ്, ആത്മഹത്യ ചെയ്തതിൻ്റെ പശ്ചാത്തലത്തിലാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ അത് ഒന്ന് നോക്കുന്നത് നല്ലതാണ്. അത് പഠിക്കുന്ന ആളാണ്, പഠിപ്പിക്കുന്ന ആളാണ്, നല്ല മാർഗ്ഗം നൽകാൻ കഴിവുള്ള ആളാണ്, ധനകാലയുടെ ഡയറക്ടറാണ്. ഞാനത് വായിച്ചപ്പോൾ എനിക്ക് തോന്നി ഇതെല്ലാവരും വായിക്കുകയും മരിക്കുകയും ചെയ്യുന്ന ആളെന്ന് വിചാരിച്ചുകൊണ്ടാണ് ഈ എപ്പിസോഡിൽ അത് റെഫർ ചെയ്യുന്നത്. 16-20 എപ്പിസോഡുകളായി കഥ പൂർണ്ണമാകുന്ന ടെലിവിഷൻ പരമ്പരയാണ് കെ മൂവീസ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. അതായത് ഒന്ന് കണ്ടു കഴിഞ്ഞാൽ അത് അടുത്തത് കാണാൻ പിന്നെ കാത്തിരിക്കും. കെ മൂവീസ്. അതിനകത്ത് എപ്പിസോഡ് 16 അല്ലെങ്കിൽ 20 ഒക്കെ പരമ്പരകൾ ഉണ്ടായിരിക്കും. അതുകൊണ്ടുള്ള ഡ്രാമകളുമുണ്ട്, സിനിമകൾ പോലെ തന്നെ ഡ്രാമകളുമുണ്ട്. അത് ഏറെ ആകർഷണമാണ്. കലാപരമായ സമൃദ്ധിയും വികാരങ്ങൾ ശക്തമായി അവതരിപ്പിക്കുകയും ദൃശ്യ സൗന്ദര്യം കവിഞ്ഞൊഴുകുന്നതുമായ കൊറിയൻ സിനിമകളും സീരിയലുകളും പോപ്പ് സംഗീത സംവാദവും ഒക്കെ പ്രത്യക്ഷത്തിൽ നമുക്കതിനെ എതിർക്കാനോ തള്ളിക്കളയാനൊന്നും പറ്റിയില്ല. അത് ഹാനികരം അല്ല എന്നാണ് ഈ ഡോക്ടർ പറയുന്നത്. അത് ഹാനികരമല്ല. പക്ഷെ എവിടെയാണ് പ്രശ്നം? അപ്പോൾ ഇവയിലെ കഥാപാത്രങ്ങളുടെ ആഴത്തിലുള്ള മാനസിക ബന്ധം സൃഷ്ടിക്കത്തക്ക രീതിയിൽ അത് സംവിധാനം ചെയ്തിട്ടുണ്ട്. അത് എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുമ്പോൾ, ഒരു സീരിയൽ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ കഥാനായകരുടെ ഒരു ആത്മബന്ധം അറിയാതെ നമ്മുടെ മനസ്സിൽ വന്ന് ഭവിക്കുക. എന്നിട്ട് എന്ത് പറയുന്നു? ചിലപ്പോൾ ആസ്വാദനത്തിൻ്റെ അതിരുകൾ നിയന്ത്രിക്കാനാകാതെ വ്യക്തി പരാജയപ്പെട്ട യാഥാർത്ഥ്യബോധം മങ്ങിയ കാഴ്ചപ്പാടുകൾക്ക് വിധേയപ്പെട്ട ജീവിതത്തിൻ്റെ ഗതി തന്നെ മറിയുന്ന അനുഭവങ്ങൾ സാധാരണമാണ്. അങ്ങേരൊരു സൈക്യാട്രിസ്റ്റാണ്, ഒത്തിരി കേസ് ഡീൽ ചെയ്യുന്ന ആളാണ്. അത് തന്നെ പച്ചയ്ക്ക് പറയുന്നതാണ്, നമ്മൾ കേൾക്കേണ്ടതാണ്, നമ്മൾ അനുധാവനം ചെയ്യേണ്ട ഒരു കാര്യമാണ്. മനുഷ്യൻ ഇന്ന് അനുഭവിക്കുന്ന മാനസിക അസ്വസ്ഥതയാണ് ഇവയുടെ വർദ്ധിത ഉപയോഗത്തിന് കാരണം. മഹത്വീകരിക്കപ്പെടുന്ന കഥാപാത്രങ്ങളെ അന്തമായിട്ട് അനുകരിക്കാനുള്ള ഭ്രമമാണ് മനുഷ്യനുണ്ടാകുന്നത്. ഈ സീരിയലുകളിലൂടെ ഈ മഹത്വീകരിക്കപ്പെടുന്ന കഥാപാത്രങ്ങളെ അങ്ങ് അനുകരിക്കാനുള്ള ഭ്രമം. ഏകാന്തപതികർക്ക് മാനസികമായി ഒളിച്ചോടാൻ പറ്റിയൊരു മാർഗം. കൂടുതലാകുമ്പോൾ സംഭവിക്കുന്നത് ഉറക്കത്തെ തടസ്സപ്പെടുത്തും, ആരോഗ്യത്തെ ദോഷകരമായി ബാധിക്കും, ആസക്തികൾ അങ്ങ് ശക്തമായി രൂപം കൊള്ളുകയും ചെയ്യും. അതുകൊണ്ട് ലഹരി വസ്തുക്കളുടെ സ്വാധീനത്തേക്കാൾ തലച്ചോറിന് വ്യതിയാനങ്ങൾ വരുത്തുന്ന ഇടപാടാണ് ഈ കെ മൂവീസ് എന്നൊക്കെ പറയുന്ന ഇതുപോലെയുള്ള ഇടപാടുകളെന്ന കാര്യം പൊതുജനം അറിഞ്ഞിരിക്കണം, മനസ്സിലാക്കിയിരിക്കണം. വളരെ ലഹരിയൊക്കെ അവബോധമുണ്ട്. MDMA എന്നൊക്കെ പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം. അതുപോലെ ലഹരി പദാർത്ഥം വിട്ട് കഴിഞ്ഞാൽ തലച്ചോറിനെ ബാധിക്കുമെന്നറിയാം. അതിനേക്കാൾ കട്ടിയായിട്ട് ഇത് ബാധിക്കും എന്നാണ് ഇദ്ദേഹം പറയുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്.
അതുകൊണ്ട് വ്യക്തികളെ ആസക്തിയിലേക്ക് നയിക്കുന്നു. തന്നെയല്ല അശ്ലീല ചിത്രങ്ങളോടും സിനിമകളോടും ഇൻ്റർനെറ്റ് ഗെയിമുകളോടുമുള്ള തലച്ചോറിൻ്റെ അഡിക്ഷൻ ഉണ്ടാകും. അത് വർദ്ധിപ്പിക്കും. ഇപ്പം വിനോദം എന്ന നിലയങ്ങ് ആരംഭിച്ചിട്ട് സ്വത്വബോധത്തെ അത് വികലമാക്കും. പിന്നെ ആരാന്ന് സ്വയം മറന്നു പോകുന്ന ഒരവസ്ഥയിലേക്ക് സ്വത്വബോധം നഷ്ടപ്പെടുന്നതാണ്. അതുകൊണ്ടും മരിക്കാൻ പിന്നെ എളുപ്പം. സ്വത്വബോധം നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഞാൻ ആരാണ്, എനിക്കെൻ്റെ അപ്പനുണ്ട്, എനിക്കെൻ്റെ അമ്മയുണ്ട്, ഇങ്ങനെ സഹോദരങ്ങളുണ്ട്, എൻ്റെ ഗുരുക്കന്മാരുണ്ട്, എനിക്കങ്ങനെ തെറ്റ് ചെയ്യാൻ പാടില്ല. സ്വത്വബോധത്തിൻ്റെ ഉള്ളിലുള്ളപ്പോൾ അങ്ങനെ എൻ്റെ ചിന്ത എന്നെ മതിക്കുകയും ഈ തെറ്റിൽ തന്നെ പിൻവലിക്കുകയും ചെയ്യുമ്പോൾ അതങ്ങ് നഷ്ടപ്പെട്ട് കഴിഞ്ഞാലോ എനിക്കൊന്നുമില്ല. ആ വിധത്തിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ ജീവിതത്തിൻ്റെ അർത്ഥമില്ല. അതുകൊണ്ട് ജീവിതത്തിൻ്റെ അർത്ഥമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ആത്മഹത്യയിലേക്ക് തിരിയുന്നത്. ഇപ്പം ഗാസിയാബാദിലെ പെൺകുട്ടികൾ ചെന്ന് പെട്ടത് ഈ അപകടത്തിലാണ്. അവസരം നിഷേധിക്കപ്പെട്ടപ്പോൾ സ്വത്വബോധം പൂർണ്ണമായി നഷ്ടപ്പെട്ട് ജീവിതത്തിന് അർത്ഥമില്ലെന്ന മിഥ്യാധാരണയിൽ അവരെത്തി. അതാണ് അദ്ദേഹം പറയുന്നത്, മിഥ്യാധാരണയിലെത്തി. ഇപ്പം ഇങ്ങനെ എന്താ പരിഹാരം? ഇത് നിർദ്ദേശിക്കുന്ന പരിഹാരം സാധാരണഗതിയിൽ നമ്മുടെ ചിന്തയിൽ മനസ്സിൽ വരുന്നതൊക്കെ തന്നെയാണ്. എങ്കിലും അത് ആളുകൾ ഒരുപോലെ തന്നെ ചിന്തിക്കാമെങ്കിൽ നന്നായിരിക്കും. ഇതിൻ്റെ പരിഹാരം പറയുന്നത് നിരോധനം മാത്രം പോരാ. നിരോധനത്തിന് നല്ലതാണ്, അവിടെ തന്നെ എഡ്യൂക്കേഷൻ വേണം. നിരോധനം മാത്രം പോരാ. അതായത് കാണരുത് എന്ന് പ്രത്യേകിച്ച് നിരോധിച്ചാലും അതുമാത്രം പോരാ. അമിതമായ ശകാരമോ അമിതമായ ചീറ്റണമോ അധികം ഫലം ചെയ്യില്ല. ഭയങ്കര പേടിപ്പിച്ച് വിരട്ടിനി അത് കാണുമെന്ന് പറഞ്ഞാൽ ശകാരമോ ശിക്ഷയോ അധികം ഫലം ചെയ്യില്ല. ആദ്യമേ ചെയ്യേണ്ടത് ഏകാന്തതയുടെയും അസ്വസ്ഥതയുടെയും കാരണങ്ങൾ കണ്ടെത്തുക എന്നുള്ളത്. അവിടെയാണ് വാസ്തവത്തിൽ ഗൗരവമായ ശ്രദ്ധ വേണ്ടത്. ഇതെന്താണ് ഇതിന് കാരണം? ഏകാന്തതയ്ക്ക് കാരണം, ഈ അസ്വസ്ഥതയ്ക്ക് കാരണം എന്താണ്, ഇങ്ങോട്ട് തിരിയാൻ കാരണം എന്താണ്? അതാണ് വ്യക്തിബന്ധങ്ങൾ നഷ്ടക്കഥകളാണ് ഈയുടെ എല്ലാം പിന്നിൽ. അതായത് വളർന്നു വന്ന ഘട്ടങ്ങളിലെ വ്യക്തിബന്ധങ്ങളുടെ നഷ്ടങ്ങളാണ് ഇതിൻ്റെ എല്ലാം പിന്നിൽ എന്ന സത്യം നമ്മെ തുറിച്ച് നോക്കിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് പറയുകയാണ്, വളർച്ചാഘട്ടങ്ങൾ നഷ്ടപ്പെട്ടു പോയ മാനുഷിക ബന്ധത്തിൻ്റെ സ്വാഭാവിക തലങ്ങളെ തിരികെ പിടിക്കാനുള്ള ശ്രമം നടക്കണം. നമ്മുടെ വീടുകളിൽ പലയിടത്തും മക്കളെ ശ്രദ്ധിക്കാനായിട്ട് നിവൃത്തിയില്ലാത്ത സാഹചര്യങ്ങളിലേക്ക് മാതാപിതാക്കൾ പോകുന്നില്ലേ? അവർക്ക് നഷ്ടബാല്യമാണ്, അവർക്ക് വേണ്ടത് കിട്ടുന്നില്ല, അപ്പൻ്റെ ശ്രദ്ധ കിട്ടുന്നില്ല, അമ്മയുടെ ശ്രദ്ധ കിട്ടുന്നില്ല. അതുകൊണ്ട് ഇങ്ങനെയുള്ള വളർച്ചാഘട്ടങ്ങൾ നഷ്ടപ്പെട്ടു പോകാൻ അവരുടെ ജീവിതത്തിലുള്ള പ്രധാനപ്പെട്ട മൂല്യങ്ങൾ. ആ വളർച്ചാഘട്ടങ്ങളിൽ ഒരു നല്ല ബാല്യം നഷ്ടപ്പെടുകയാണ്, നല്ല ശൈശവം നഷ്ടപ്പെടുകയാണ്. അപ്പോൾ അതുകൊണ്ട് ബാല്യത്തിൽ ലഭിക്കേണ്ട സ്നേഹവും സുരക്ഷയും ശ്രദ്ധയും അംഗീകാരവും 4 കാര്യങ്ങളാണ്. ബാല്യകാലത്ത് കിട്ടേണ്ടതാണ് സ്നേഹം. നമുക്ക് കാണാൻ പോലെ കുഞ്ഞുങ്ങൾ എന്തൊരിതാണ്. നമ്മളൊരു വണ്ടിയെ കയറി കഴിയുമ്പോൾ ഒരു അമ്മച്ചി ഒരു പക്ഷേ കയ്യിൽ നിൽക്കുന്ന കൊച്ചിനെ ഒരു നിമിഷത്തേക്ക് അടുത്ത് നിൽക്കുന്ന ആളിലേക്ക് ഒന്ന് കയ്യിലേക്ക് കൊടുത്തിട്ട് അമ്മച്ചി മാറിയിരുന്നാൽ ആ കൊച്ചിൻ്റെ കണ്ണുകൾ എവിടെയായിരിക്കും? തിരിച്ച് അമ്മയെ തുറിച്ച് നോക്കിക്കൊണ്ടിരിക്കും. എന്നെ ഇട്ടേച്ച് പോകുമോ എന്നുള്ളതാണ്. അതോ പെട്ടെന്ന് കൈ മീട്ടിക്കൊണ്ട് ഇങ്ങോട്ട് വരും. ഇതല്ലേ അങ്ങ് ആ ഘട്ടങ്ങളിൽ ആവശ്യമായിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ സ്നേഹം എന്ന് പറയുന്നത്, അതുപോലെ തന്നെ സുരക്ഷ. എന്തുകൊണ്ടാണ് ഒരു അമ്മയോട് വിട്ടിട്ട് പള്ളിയിൽ പോകുന്ന കൊച്ചിനെ പെട്ടെന്ന് അമ്മയെ വിട്ട് ഓടിച്ചാടി കുറച്ച് കഴിഞ്ഞ് ഒരു 5-3 അടി എന്തെങ്കിലും ഒട്ടനെ അട്ടുപറ്റി തിരിച്ചു വരുന്നത് എന്തുകൊണ്ടാണ്? ഭയമാ. എന്തിൻ്റെ ഭയമാ? സുരക്ഷ. സുരക്ഷ എവിടെയാണ്? അമ്മയില്ല. അമ്മയുടെ അടുത്ത് വരുമ്പോൾ സുരക്ഷ. അതുകൊണ്ട് അതുപോലെ തന്നെ ശ്രദ്ധ. നമുക്ക് വേണ്ട കാര്യങ്ങൾ അവനൊരു നല്ല എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുമ്പോൾ അവൻ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കാണിക്കുന്നതൊക്കെയുള്ള അവബോധത്തോടു കൂടി ശ്രദ്ധ കൊടുക്കാൻ, അംഗീകാരം കൊടുക്കാൻ, ഇതൊക്കെ നമുക്ക് വേണ്ടതല്ലേ നമ്മുടെ കുട്ടികൾക്ക്? ഇത് ഡിനായ് ചെയ്യപ്പെടുന്ന സാഹചര്യങ്ങളിൽ നിന്നാണ് ഈ ഏകാന്തത ഉണ്ടാകുന്നത്. അവിടെ നിന്നാണ് ഈ അപകടങ്ങളെല്ലാം ഭവിക്കുന്നത്. അങ്ങനെയുള്ള ആ അഭാവം അപ്പോൾ അമിതമായ കൊറിയൻ ഉള്ളടക്കത്തിലേക്ക് നീങ്ങുന്നതിന് കാരണമാകും. ഇങ്ങനെയുള്ള കുട്ടികളെ പെട്ടെന്ന് ഇതെല്ലാം വിട്ടിട്ട് ഈ കൊറിയൻ ഉള്ളടക്കം എന്ന് പറഞ്ഞാൽ ഈ മൂവീസ് പോലുള്ള സംവിധാനങ്ങളിലേക്ക് നീങ്ങുന്നതിന് കാരണമാകും. അപ്പോൾ ഒറ്റപ്പെടുത്തുകയും കുറ്റപ്പെടുത്തലും ഒന്നുമല്ല, വ്യക്തിബന്ധങ്ങളുടെ അഭാവവും ഈ ബന്ധത്തിൽ നിന്നുണ്ടാകാവുന്ന മുറിവുകളും സൃഷ്ടിച്ച് ഏകാന്തതയും തിരിച്ചറിഞ്ഞ് സൗഖ്യം നൽകുക എന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ചിന്ത നമ്മൾ പങ്കുവയ്ക്കുന്നത് ഇതാണ്. നമുക്ക് കുറച്ചുകൂടി അടുത്ത തലമുറയെക്കുറിച്ച് കൺസേൺ ഉണ്ടായിരിക്കേണ്ടതാണ്. അവരെക്കുറിച്ച് കുറേ കൂടെ പരിഗണിക്കേണ്ടതാണ്. സ്നേഹം പകരേണ്ടടുത്ത് പകരാൻ തയ്യാറാവേണ്ടതാണ്. മാതാപിതാക്കൾ ഇട്ടിട്ട് പോയാൽ പോരാ, പണം ഉണ്ടാക്കിയാൽ മാത്രം പോരാ. പണം എല്ലാം ഉണ്ടാക്കിയിട്ട് കൊച്ചു തലതിരിഞ്ഞ് പോയിട്ടില്ല, എന്ത് പ്രയോജനം? എത്രയോ അപ്പനും അമ്മയും വേദനിക്കുന്നത്, ചങ്ക് വെട്ടി കരയുന്നു. കഷ്ടപ്പെട്ടവർക്ക് വേണ്ടി അങ്ങ് പോയി അറേബ്യ മണലാരണ്യത്തിൽ പോയി വെയിൽ കൊണ്ട് കഠിനമായിട്ട് കഷ്ടപ്പെട്ട് പണം ഉണ്ടാക്കി തിരിച്ചു കൊണ്ടുവന്ന് വീടും വെച്ച് നല്ല നിലയിൽ കൊണ്ടുവന്ന് കൊച്ചിനെ പഠിപ്പിച്ച് വളർത്തി വലുതാക്കി കൊണ്ടുവരാൻ നോക്കിയപ്പോഴാണ് തലതിരിഞ്ഞ് പോയിരിക്കുന്നു.
ഇതൊരു മനോവേദന. എത്ര അപ്പനും അമ്മയും ഇതുപോലെ മനോവേദനയിൽ അവസാനം ലഹരിക്കടിപ്പെട്ട് ഇതുപോലെ കടിപ്പെട്ട് അവസാനം നിവൃത്തിയില്ലാണ്ട് വീട്ടിൽ ഇറങ്ങിപ്പോയി അപ്പനും അമ്മയും പോയ സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ കുട്ടികളെ ആര് രക്ഷിക്കുമെന്ന ചോദ്യത്തിന് നമ്മൾ തന്നെ ഉത്തരം കാണേണ്ടതാണ്. താങ്ക് യു വെരി മച്ച്.